UDF ക്യാമ്പിൻ്റെ കണക്കുകൂട്ടലുകൾ ഒന്നും തന്നെ തെറ്റിയില്ല. വോട്ടെണ്ണി തുടങ്ങി ആദ്യ 5 റൗണ്ടുകൾ പിന്നിട്ടപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്ക നേടുമെന്ന് UDF ക്യാമ്പ് ഉറപ്പിച്ചതാണ്. മാത്രവുമല്ല, ഇന്ദിരാ മോഡൽ എന്ന പ്രചാരണം കൂടുതൽ സ്ത്രീ വോട്ടർമാരെ ബൂത്തുകളിലെത്തിച്ചു. വോട്ട് പെട്ടിയുടെ കനം കൂട്ടി. ഇതോടെ കന്നിയംഗത്തിൽ തന്നെ പ്രിയങ്ക തരംഗമെന്നുറപ്പിക്കുകയാണ് വയനാട്. മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ആധിപത്യം നൽകിയാണ് പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടുകാർ ഒപ്പം ചേർത്ത് നിർത്തിയത്. ആകെ പോൾ ചെയ്ത 9,52,543-ൽ 65% വോട്ടുകളും പ്രിയങ്കയ്ക്ക്. മാസങ്ങൾക്ക് മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ രാഹുലിന് നൽകിയതിനേക്കാൾ മടങ്ങ് സ്നേഹം കന്നിയംഗത്തിൽ സഹോദരിക്ക് നൽകി വോട്ടർമാർ. It's a testament to the fact that my brother worked hard there and their love for him and their trust in me. 8% പോളിംഗ് കുറഞ്ഞത് ഭൂരിപക്ഷം കുറയ്ക്കുമെന്ന ആശങ്ക UDF ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. വോട്ടിങ്ങിലെ കുറവ് ഗുണം ചെയ്യുമെന്ന് കണക്കുകൂട്ടി എതിർമുന്നണികൾ. ഇതെല്ലാം അസ്ഥാനത്തായി. വലിയ വിജയമാണ്. പോളിംഗ് പെർസെൻറ്റേജ് 7-8% കുറഞ്ഞിട്ടും ഈ ഭൂരിപക്ഷത്തിലെത്താൻ കഴിഞ്ഞത് വയനാട് പ്രിയങ്ക ഗാന്ധിയെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. അതിന് വയനാട്ടുകാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുന്നതിനായി പ്രിയങ്ക അടുത്തയാഴ്ച മണ്ഡലത്തിലെത്തും. മിന്നും ഭൂരിപക്ഷം നൽകി വയനാട്ടുകാർ സ്നേഹമറിയിച്ചു കഴിഞ്ഞു. ഇനി പ്രിയങ്കയുടെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങണം. മണ്ഡലത്തിന് ആവശ്യങ്ങൾ അനവധിയാണ്. വയനാട്ടിൽ നിന്ന് ടീം മാതൃഭൂമി ന്യൂസ്.